Hello students, we will discuss capital gain arising from the transfer of long-term capital asset invested in units of specified fund with effect from WEF with effect from the assessment year 2017. Section 54EE is discuss 54EC EE. Provisions of this section are the same as discussed in section 54EC except the asset in which LTCG should be invested. Okay, and then asset of investment. A unit or units issued before 1 of such a fund as may be notified by the central government in this behalf. In this section conditions are 54EC 54EE investment unit or units issued before 1/4/2019 issue ചെയ്ത യൂണിറ്റുകളായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. Such a fund as may be notified, സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത സെക്യൂരിറ്റികളിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് കണ്ടീഷൻസൊക്കെ പഴയത് ഈ ECയുടെ കണ്ടീഷൻസ് തന്നെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ദെൻ എക്സംഷൻ ഫ്രം ടാക്സ് ഓൺ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ ഇൻ എ റെസിഡൻഷ്യൽ ഹൗസ്. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം വിൽക്കുന്നത്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവണം, എന്നിട്ട് അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? റെസിഡൻഷ്യൽ ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ആർ എക്സംപ്റ്റ് അണ്ടർ ദിസ് സെക്ഷൻ ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഒന്നാമത്തെ നോക്കാം, അസസി ഈസ് ഐദർ ആൻ ഇൻഡിവിജ്വൽ ഓർ HUF. അസസി ഇൻഡിവിജ്വലോ HUF ആയിരിക്കണം. ദ അസസി ഹാസ് ട്രാൻസ്ഫേർഡ് എ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് വിച്ച് ഈസ് നോട്ട് എ റെസിഡൻഷ്യൽ ഹൗസ്. അപ്പോൾ റെസിഡൻഷ്യൽ ഹൗസ് അല്ലാത്ത ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ലാൻഡ് ആകാം, ബിൽഡിംഗ് ആകാം, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അല്ലാത്ത ബിൽഡിംഗ് ആകാം. ദ അസസി ഡസ് നോട്ട് ഓൺ മോർ ദാൻ വൺ റെസിഡൻഷ്യൽ ഹൗസ് ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഒറിജിനൽ അസറ്റ് അതർ ദാൻ മെൻഷൻ ഇൻ 4 ബിലോ. നാലാമത്തെ പറയുന്ന അത് കൂടാതെ, അതായത് നമ്മളൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിറ്റ്, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയിരിക്കരുത്, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഒഴികെയുള്ള അസറ്റാണ് വിൽക്കുന്നത്. വാങ്ങുന്നത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആവണം. അപ്പോൾ വാങ്ങുന്ന സമയത്ത് അയാളുടെ പേരിൽ വേറൊരു പ്രോപ്പർട്ടി ഉണ്ടാകാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ പുതിയതായിട്ട് വാങ്ങുന്ന അസറ്റ് മാത്രമേ അയാളുടെ പേരിൽ ഉണ്ടാകാൻ പാടുള്ളൂ, വേറൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അയാളുടെ പേരിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ 54F പ്രകാരം നമുക്ക് എക്സംഷൻ കിട്ടുള്ളൂ. ഓക്കെ, ദെൻ നാലാമത് വരുന്നത് ദ ടാക്സ് പെയർ പർച്ചേസസ് വിത്തിൻ എ ഇയർ ബിഫോർ ഓർ വിത്തിൻ 2 years ആഫ്റ്റർ ദ ഡേറ്റ് ഓൺ വിച്ച് the transfer took place or constructs within a period of 3 years after the date of transfer one residential house in India. Construction means completion എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 54-ൽ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെയാണ്. അതായത് 3 വർഷമാണ് പറയുന്നത്, പക്ഷേ വാങ്ങുകയാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള 1 വർഷത്തിനുള്ളിലും അല്ലെങ്കിൽ വിറ്റതിന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമുള്ള 2 വർഷത്തിനുള്ളിലും വാങ്ങിച്ചിരിക്കണം. കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ വിറ്റതിന് ശേഷമുള്ള ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമുള്ള 3 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ കംപ്ലീഷനാണ്. The income from newly acquired residential house is chargeable under the head income from house property. പുതിയതായിട്ട് വാങ്ങിച്ച പ്രോപ്പർട്ടി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സബിൾ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ 5 കണ്ടീഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഒന്നാമത്തെ കണ്ടീഷൻ ഇൻഡിവിജ്വൽ അസസി ആയിരിക്കണം, അല്ലെങ്കിൽ HUF അസസി ആയിരിക്കണം. ദെൻ ട്രാൻസ്ഫർ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഒഴികെയുള്ള അസറ്റ് ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. മൂന്നാമത്തെ അസസിയുടെ പേരിൽ വേറെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഉണ്ടാകാൻ പാടില്ല. നാലാമത്തെ ടാക്സ് പേവർ, അതായത് 1 വർഷത്തിന് വിൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 1 വർഷം, വാങ്ങിച്ചതിന് വാങ്ങിച്ചതിന് ശേഷമുള്ള 2 വർഷത്തിനുള്ളിലും പ്രോപ്പർട്ടി വാങ്ങിച്ചിരിക്കണം. കൺസ്ട്രക്ഷൻ ആണെങ്കിൽ വിറ്റതിന് ശേഷമുള്ള ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമുള്ള 3 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ പറയുന്നത് ന്യൂലി അക്വയർഡ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ചാർജബിൾ ആയിരിക്കണം. ഇനി എൻ്റെ എമൗണ്ട് ഓഫ് എക്സംഷൻ നോക്കാം. If the cost of new house that has been purchased or construction is not less than the net consideration. നെറ്റ് കൺസിഡറേഷൻ്റെ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ അല്ല പറയുന്നത് കേട്ടോ, നെറ്റ് കൺസിഡറേഷനായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ പുതിയ അസറ്റിൻ്റെ വില നെറ്റ് കൺസിഡറേഷനേക്കാൾ എന്താണെങ്കിൽ നോട്ട് ലെസ് ദാൻ എന്ന് വെച്ചാൽ നെറ്റ് ന്യൂ ഹൗസിൻ്റെ വില കൂടുതൽ വരാം, നെറ്റ് കൺസിഡറേഷൻ കൂടുതൽ വരാണെങ്കിൽ in respect of the capital asset transferred, the entire capital gain arising from the transfer will be exempted from tax. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കംപ്ലീറ്റ് എക്സംഷൻ കിട്ടണമെങ്കിൽ 54Fൽ ക്യാപിറ്റൽ ഗെയിൻ കംപ്ലീറ്റ് എക്സംഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നെറ്റ് കൺസിഡറേഷനേക്കാൾ കൂടുതൽ വരണം. ക്യാപിറ്റൽ ഗെയിനേക്കാൾ കൂടുതൽ വരുന്നതല്ലേ, നെറ്റ് കൺസിഡറേഷനേക്കാൾ കൂടുതൽ വരുന്നതാണ്, അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, കൺസിഡറേഷൻ. ദെൻ ഇഫ്
അതിനുശേഷം പറയുന്നുണ്ട് ഇൻ റെസ്പെക്ട് ടു ക്യാപിറ്റൽ അസറ്റ് ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ട്രാൻസ്ഫർ വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ഇഫ് ദ കോസ്റ്റ് ഓഫ് ദി ന്യൂ ഹൗസ് ഈസ് ലെസ് ദാൻ ദ നെറ്റ് കൺസിഡറേഷൻ. പുതിയ അസറ്റിൻ്റെ വില നെറ്റ് കൺസിഡറേഷൻ കുറവാണെങ്കിൽ ദ എക്സംഷൻ ഫ്രം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി ഗ്രാൻറ്റഡ് പ്രൊപ്പോർഷനറ്റ്ലി ഓൺ ദ ബേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് നെറ്റ് കൺസിഡറേഷൻ ഐദർ ഫോർ പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ദ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി. അപ്പോൾ കുറവാണെങ്കിൽ നമ്മളത് എക്സംഷൻ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സംപ്റ്റഡ് എമൗണ്ട് ഈക്വൽസ് ക്യാപിറ്റൽ ഗെയിൻ ഇൻറ്റു കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ്, പുതിയ ഹൗസിൻ്റെ വില ഡിവൈഡ് ബൈ നെറ്റ് കൺസിഡറേഷൻ. അപ്പോൾ നെറ്റ് കൺസിഡറേഷൻ ഒരു 10 ലക്ഷം രൂപയാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 8 ലക്ഷം ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നെറ്റ് കൺസിഡറേഷൻ കുറവാണല്ലോ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഇൻറ്റു കോസ്റ്റ് 8 ലക്ഷം ബൈ 10 ലക്ഷം നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ അത് പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണം. സി എന്നുള്ള പോയിന്റ് പറഞ്ഞാൽ ഇഫ് ദ എമൗണ്ട് ഓഫ് നെറ്റ് കൺസിഡറേഷൻ ഇസ് നോട്ട് യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് പർച്ചേസ് or construction of the residential house as a forfeit and the net consideration or part of it is gain account scheme or before the due date of furnishing the return of income he will be entitled to exemption as discussed above. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നെറ്റ് കൺസിഡറേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ, പുതിയ വീട് വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് എക്സംഷൻ കിട്ടുന്നതാണ്. ഇതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇനി പ്രോബ്ലം നമ്പർ 9 വരാം. കേശവ് ഹാസ് പർച്ചേസ്ഡ് എ ന്യൂ ഹൗസ് ഫോർ ₹40 lakh. എത്ര രൂപയ്ക്ക്? 40 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വാങ്ങിച്ചു. 40 ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങിച്ചു. ഓക്കെ, ഈ 40 ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നുള്ളത്? 1/1/2020 വാങ്ങിച്ചത്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ, എമൗണ്ട് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് ഈ ഡിസ്കഷൻ നമുക്ക് ഇത് എത്ര വരും? 9 നമുക്ക് അവിടെ വെച്ച് നിർത്താം. 9 നമ്മളിപ്പോൾ ചെയ്യണില്ല, നമുക്കിപ്പോൾ ഡിസ്കഷൻ മാത്രം ഇതിൽ നടത്താം. അതായത് ഈ 54 എന്താണ് 54F അല്ലേ? 54F ആണ് നമ്മൾ അതിൻ്റെ സെക്ഷൻ നമുക്ക് പറയേണ്ടത്. 6ാമത്തെ 54F ആണ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യാം, അണ്ടർ സെക്ഷൻ 54F. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കാം. സെക്ഷൻ 54F. ഇതൊന്ന് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തിരിക്കാം. ഓക്കെ, സെക്ഷൻ 54F അതൊന്ന് നമുക്കൊന്ന് കളർ മാറ്റി. ഓക്കെ, അതിൻ്റെ തിയറി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് 54F. പിന്നെ നമ്മൾ പറഞ്ഞ 55E ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടോ. ഓക്കെ, താങ്ക് യു.